കർത്താവിന്റെയും ആ ഡയലോഗ് മുഴുവനായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാമെന്നാണ് വിചാരിച്ചത്. പക്ഷെ ആദ്യത്തെ ആ ഒരൊറ്റ സ്റ്റേറ്റ്മെന്റിനകത്ത് തന്നെ ഒത്തിരി കാര്യങ്ങൾ വന്നതുകൊണ്ട് ഇപ്പൊ എങ്ങും നമ്മുടെ ജോൺ ബൈബിൾ സ്റ്റഡി തീരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമുക്കിങ്ങനെ ഓരോ വാക്യം ഇട്ട് പോവുകയാണെങ്കിൽ എന്തായാലും ദൈവാത്മാവ് നടത്തുന്ന പോലെ. ഇന്നത്തേത് ആക്ച്വലി ഇച്ചിരി കൂടെ ഗഹനമായിരിക്കും എന്ന് ഞാൻ ചിന്തിക്കുകയാണ്. ദിസ് ഇസ് അബൌട്ട് ദി ഐഡന്റിറ്റി ഓഫ് ക്രൈസ്റ്റ്, അല്ലെ ദ പേഴ്സൺ ഓഫ് ക്രൈസ്റ്റ്, പേഴ്സണാലിറ്റി ഓഫ് ക്രൈസ്റ്റ്. നമുക്ക് പല കാര്യങ്ങളും ഇതിനകത്ത് അറിയാമായിരിക്കും, പക്ഷേ വി നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് വി ഷുഡ് ബി ഷുവർ ഓഫ് മെനി തിങ്സ് സോ ദാറ്റ് വി വുഡ് ബി ഏബിൾ ടു give a reason, give an answer, give a proof what we believe. അപ്പൊ അതുകൊണ്ടായിരിക്കാം ദൈവാത്മാവ് ഇത് പഠിക്കുവാനായിട്ട് നമ്മളെ പ്രേരിപ്പിക്കുന്നത്. അപ്പം ഈ പേഴ്സണാലിറ്റി ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുമ്പോൾ രണ്ട് ആസ്പെക്ട്സ് നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്. ജീസസ് വാസ് ഫുള്ളി ഗോഡ് ആൻഡ് ഫുള്ളി മാൻ വെൻ ഹി വാസ് ഇൻ ദിസ് എർത്ത്. അവൻ മുഴുവനായി മനുഷ്യനും മുഴുവനായി ദൈവവുമായിരുന്നു. അപ്പം അതിനകത്തെ മുഴുവനായ ദൈവത്വം എന്നുള്ള ഒരു ആസ്പെക്ട് മാത്രമേ പ്രോബബ്ലി നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് തന്നെ ഒരു വലിയ ലെസൺ ആണ്. എത്രത്തോളം നമുക്കത് കവർ ചെയ്യാൻ പറ്റുമെന്ന് പോലും എനിക്കറിയത്തില്ല. എന്നാലും കുറച്ച് വാക്യങ്ങൾ അവിടെ ഇവിടെ നോക്കി നമുക്ക് ദി ഡിയറ്റി അല്ലെങ്കിൽ ദ ഡിവിനിറ്റി അല്ലെങ്കിൽ യേശു ക്രിസ്തുവിന്റെ ദൈവത്വം എന്താണ് എന്ന് നോക്കാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. പറഞ്ഞ പോലെ ഇത്രയും നാളത്തെയും പോലെ ഒരു പേഴ്സണൽ റിഫ്ലക്ഷനോ ഒന്നും നമുക്ക് ഇന്ന് പറ്റത്തില്ലായിരിക്കാം. പക്ഷേ സ്റ്റിൽ if God prompts you to reflect into your life and see how you have been seeing Jesus as എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നിക്കോദിമോസിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കേട്ടു. ആദ്യത്തെ ഫസ്റ്റ് വേഴ്സ് ജോൺ ചാപ്റ്റർ 3 വേഴ്സ് 1 നമ്മൾ ഒരു വേഴ്സ് മാത്രമേ കഴിഞ്ഞ പ്രാവശ്യം നോക്കിയുള്ളൂ. രണ്ടാമത്തെ വാക്യം വേഴ്സ് 2. After dark one evening, he came to speak with Jesus. Rabbi, he said, we all know that God has sent you to teach us. Your miraculous signs are evidence that God is with you. രഞ്ജു ഒന്ന് വായിക്കാമോ മലയാളത്തില്? അവൻ രാത്രിയിൽ അവന്റെ അടുക്കൽ വന്ന അവനോട്, റബ്ബി, നീ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് ഉപദേഷ്ടാവായി വന്നിരിക്കുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. ദൈവം തന്നോട് കൂടെ ഇല്ലെങ്കിൽ നീ ചെയ്യുന്ന അടയാളങ്ങളെ ചെയ്യുവാൻ ആർക്കും കഴിയുകയില്ല എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ നിക്കോദിമോസ് രാത്രിയിൽ വന്ന് കർത്താവ് യേശു ക്രിസ്തുവിനോട് സംവദിക്കുകയാണ്. ഹി ഈസ് ഹാവിങ് എ ഡയലോഗ് വിത്ത് ജീസസ്. അപ്പൊ അതിലെ ആദ്യത്തെ നിക്കോദിമോസിന്റെ ആദ്യത്തെ സെന്റൻസ് അല്ലെ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് ആണ് നമ്മളിപ്പോൾ വായിച്ചത്. അതിനകത്ത് നിക്കോദിമോസ് അക്നോളജ് ചെയ്യുന്ന 3 കാര്യങ്ങളുണ്ട്. അക്നോളജ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ സമ്മതിക്കുകയാണ്, അല്ലെങ്കിൽ അംഗീകരിക്കുകയാണ് 3 കാര്യങ്ങൾ. ഒന്ന്, റബി എന്നാണ് വിളിക്കുന്നത്. റബി എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്ത് ടീച്ചർ എന്നാണ് അർത്ഥം. ദൈവശാസ്ത്രപരമായ ടീച്ചർ എന്നാണ്, പഠിപ്പിക്കുന്ന ആൾ എന്നാണ് റബി എന്ന വാക്കിനർത്ഥം. അപ്പൊ ആദ്യമായിട്ട് നിക്കോദിമോസ് അംഗീകരിക്കുന്നത് യേശു ക്രിസ്തു ഒരു ടീച്ചറാണ്, ഒരു റബിയാണ് എന്ന് അംഗീകരിക്കും. രണ്ടാമത് പറയുന്നു, നീ ദൈവത്തിന്റെ അടുക്കൽ നിന്ന്, യു ഹാവ് കം ഫ്രം ഗോഡ് എന്നാണ് രണ്ടാമത് താൻ അക്നോളജ് ചെയ്യുന്നത്, താൻ അംഗീകരിക്കുന്നത്. ദൈവത്തിങ്കൽ നിന്ന് വന്ന ഒരു ടീച്ചർ എന്നാണ് അവിടെ അക്നോളജ് ചെയ്യുന്നത്. മൂന്നാമത് നമ്മൾ വായിക്കുന്നത് ഉപദേഷ്ടാവായി വന്നിരിക്കുന്നു. യെസ്, അഗൈൻ റബി എന്നുള്ള അർത്ഥം തന്നെ. He has come as a teacher, a good person, a good teacher എന്നുള്ള രീതിയിലാണ് അവിടെ അക്നോളജ് ചെയ്യുന്നത്. നാലാമതായിട്ട്, ദൈവം തന്നോട് കൂടെ ഇല്ല എങ്കിൽ നീ ചെയ്യുന്ന ഈ അടയാളങ്ങളെ ചെയ്യുവാൻ ആർക്കും കഴിയില്ല. That God is with you. You have not only come from God and God is with you present. അപ്പോൾ എസെൻഷ്യലി നിക്കോദിമോസ് പറയുന്നത്, നീ ഞാൻ ഒരു കാര്യം അംഗീകരിക്കുന്നു, യു ആർ എ ഗുഡ് ടീച്ചർ, you are a godly person, God's presence is with you, you have come from God. അല്ല, ദൈവത്തിന്റെ ഇന്റർവെൻഷൻ ഇല്ലാതെ നിനക്ക് ഇത് മാജിക് ഒന്നും അല്ല, നീ ഈ ചെയ്യുന്ന അത്ഭുത പ്രവർത്തികൾ, നീ ഈ ചെയ്യുന്ന പഠിപ്പിക്കലുകളെല്ലാം ദൈവത്തിൽ നിന്നുള്ളതാണ് എന്ന് ഞാൻ സമ്മതിക്കുന്നു എന്ന് പറഞ്ഞാണ് നിക്കോദിമോസ് തുടങ്ങുന്നത്. അപ്പോൾ let us look into our lives. Whom do we see Jesus as? Do we see him as a good person?
ഒരു നല്ല വ്യക്തിയായിട്ട് മാത്രമാണോ നമ്മൾ കർത്താവിനെ യേശുവിനെ കാണുന്നത്? ഒരു നല്ല ടീച്ചർ, നല്ല ഐഡിയോളജീസ് ഉള്ള, നല്ല രീതിയിൽ നല്ല വാല്യൂസ് പഠിപ്പിക്കുന്ന ഒരു ഒരു ടീച്ചർ എന്നുള്ള രീതിയിലാണോ? താനൊരു പ്രവാചകനായിരുന്നു എന്ന് മാത്രമാണോ എന്നാണോ നമ്മൾ വിശ്വസിക്കുന്നത്? ദൈവത്തിങ്കിൽ നിന്ന് വന്ന ഒരു വ്യക്തിയാണോ എന്നാണോ നമ്മൾ വിശ്വസിക്കുന്നത്? ഈസ് എ ഗ്ലോറിഫൈഡ് ഹ്യൂമൻ ബീയിങ്, മഹത്വീകരിക്കപ്പെടുന്ന ഒരു മനുഷ്യനായിട്ടാണോ നമ്മൾ യേശുവിനെ കാണുന്നത് എന്നുള്ള ഒരു ചോദ്യമാണ് ഇവിടെ ഉന്നയിക്കപ്പെടുന്നത്. We need to understand, we have to see, as Christians, as believers, we need to see Christ as God himself. കർത്താവായ യേശു ക്രിസ്തു ദൈവം തന്നെയാണ് എന്ന് വിശ്വസിക്കേണ്ടതിന്റെ ആവശ്യകത ആണ് ഇവിടെ വരുന്നത്. Many people see Jesus as one of the gods. Many people see Jesus as a very good person, very good human being, നല്ല ഐഡിയോളജീസ്, നല്ല വാല്യൂസ്, നല്ല വെർച്യൂസ് ഉള്ള ഒരു വ്യക്തിയായിട്ടാണ് കർത്താവിനെ കാണുന്നത്. Some see him as a good prophet who came from God. ഒരു മനുഷ്യൻ മാത്രമല്ല, ദൈവത്തിങ്കിൽ നിന്ന് വന്ന ഒരു പ്രോഫറ്റ്. But whom do we see Jesus as? Whom do we? ഞാൻ മനസ്സിലാക്കുന്നത് നമ്മൾ എല്ലാവരും യേശു ക്രിസ്തുവിനെ കർത്താവായും ദൈവവുമായിട്ട് അംഗീകരിക്കുന്ന വ്യക്തികളാണ് നമ്മൾ ഓരോരുത്തരും. അതാണ് ഞാൻ വിശ്വസിക്കുന്നത്. We need to what proof do we have? അതാണ് നമ്മൾ ഇന്ന് ചിന്തിക്കാൻ പോകുന്നത്. That Jesus is God himself. കർത്താവായ യേശു ക്രിസ്തു ദൈവം തന്നെയാണ് എന്നുള്ളതിന് എന്ത് തെളിവ്, എന്ത് പ്രൂഫ് ആണ് നമുക്ക് ദൈവവചനത്തിൽ നിന്ന് നോക്കുവാൻ സാധിക്കുന്നത് എന്നാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത്. ഇച്ചിരൂടെ ഗഹനമായിരിക്കും, പക്ഷെ എന്നാലും ഐ തിങ്ക് ഇറ്റ് ഈസ് വർത്ത് ഡിസ്കസിങ്. ഇൻകാർണേഷൻ എന്നൊരു വാക്കാണ് സാധാരണയായി യേശുവിനെ കുറിച്ച് നമ്മൾ പലപ്പോഴും പറയാറുള്ളത്. അവതാരം ചെയ്ത ദൈവം എന്നാണ് ഇൻകാർണേഷന്റെ മലയാളം. ഇൻകാർണേറ്റ് ഗോഡ്, ദൈവം അവതാരം ചെയ്തു അല്ലെങ്കിൽ അവതരിച്ചു എന്നുള്ള ഒരു വാക്കാണ് കൂടുതലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. പക്ഷെ ഈ ഇൻകാർണേഷൻ എന്നുള്ള വാക്ക് ബൈബിളിനകത്ത് നമുക്ക് കാണണം. ഇൻകാർണേഷൻ, ഇൻകാർണേറ്റ് ഗോഡ് എന്നുള്ള വാക്ക്. അപ്പൊ എന്താണ് ഇൻകാർണേഷൻ അല്ലെങ്കിൽ അവതാരം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? വേദപണ്ഡിതന്മാരെല്ലാം വളരെ ആലോചിച്ച് പ്രാർത്ഥിച്ച് പറഞ്ഞ ഒരു വാക്കാണ്. വാട്ട് ഇസ് ഇൻകാർണേഷൻ എന്ന് നമ്മൾ, ഇൻകാർണേഷൻ എന്ന് പറഞ്ഞാല് കർത്താവിന്റെ കോണ്ടെക്സ്റ്റിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ, ഇറ്റ് ഈസ് ഗോഡ് ദ സൺ willingly choosing himself to become a human being. പുത്രനായ ദൈവം തന്റേതായ താല്പര്യപ്രകാരം, തന്റേതായ ആ ചോയ്സ് പ്രകാരം ഒരു മനുഷ്യനായി തീരുന്ന ആ പ്രക്രിയക്കാണ് അവതാരം അല്ലെങ്കിൽ ഇൻകാർണേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ do we believe that Jesus is the incarnate God himself? ദൈവം തന്നെ മനുഷ്യനായി തീർന്ന ഒരു. അപ്പം പലപ്പോഴും നമ്മൾ പറയുന്ന ഒരു കാര്യമാണ്, നേരത്തെ പറഞ്ഞതുപോലെ, that Jesus is God, was fully God and fully man എന്നുള്ള കാര്യം. ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട്. പലപ്പോഴും നമുക്കത് മനസ്സിലാക്കാൻ വളരെ പ്രയാസമാണ്. നമ്മളെല്ലാം മാനുഷികമായ രീതിയിൽ മാത്രം ചിന്തിക്കുന്ന ആൾക്കാർ. നമുക്ക് അതിന്റെ പൂർണ്ണ എസെൻസിൽ മനസ്സിലാക്കാൻ പറ്റില്ല. ഇപ്പൊ ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന ഒരു കുട്ടിയോട് 12th സ്റ്റാൻഡേർഡിലെ പോർഷൻ ചോദിച്ചു കഴിഞ്ഞാൽ അവനൊന്നും മനസ്സിലാവും. 12th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന ഒരാളോട് എഞ്ചിനീയറിംഗിന്റെ തെർമോഡൈനാമിക്സ് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാവും. അതുപോലെയാണ് നമുക്ക് ഫൈനൈറ്റ് ആയിട്ട് മനസ്സിലാക്കാൻ ഒരു ലിമിറ്റ് ഉണ്ട്. ആ ലിമിറ്റിന്റെ ഇതിൽ വെച്ചുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നിടത്തോളം മനസ്സിലാക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. അപ്പൊ ഫുള്ളി ഗോഡ് ആൻഡ് ഫുള്ളി മാൻ എന്നുള്ള ഒരു കൺസെപ്റ്റ് നമുക്ക് മനസ്സിലാകണമെന്നില്ല. ബട്ട് ഡു വി ബിലീവ്? മനസ്സിലായില്ലെങ്കിലും ഐ ഡു ബിലീവ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇന്ന് ഫുള്ളി ഗോഡ് ആൻഡ് ഫുള്ളി മാൻ എന്നുള്ള കൺസെപ്റ്റിന്റെ ഫുള്ളി ഗോഡ് എന്നുള്ള ആ ഭാഗം മാത്രമേ നമുക്ക് ഇന്ന് ചെയ്യാൻ പറ്റൂ. യേശു ക്രിസ്തു ദൈവം തന്നെ, മുഴുവനായും പൂർണ്ണമായും ദൈവം ആയിരുന്നു എന്നുള്ള ഒരു കാര്യം മാത്രമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. പുതിയ നിയമത്തിൽ അനേകം ക്ലെയിംസ് ഉണ്ട് ജീസസിനെ കുറിച്ച്, അവകാശവാദങ്ങളുണ്ട് കർത്താവ് യേശു ക്രിസ്തുവിനെ കുറിച്ച്. ആ ക്ലെയിമുകളിലൂടെ നമ്മൾ നോക്കുമ്പോൾ എങ്ങനെയാണ് യേശു ദൈവം തന്നെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്, ബൈബിളില് അല്ലെ ദൈവവചനത്തില്
ദൈവത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു വാക്കാണ് ഗോഡ്, അല്ലെങ്കിൽ ഗ്രീക്കിൽ അതിനെ തിയോസ് എന്നാ പറയുന്നത്. തിയോളജി എന്നുള്ള വാക്ക് നമുക്ക് വളരെ സുപരിചിതമാണ്. അപ്പൊ തിയോസ് എന്ന വാക്ക് ദൈവത്തെ ആണ് ചിത്രീകരിക്കുന്നത്. പുതിയ നിയമത്തിൽ യേശുക്രിസ്തുവിനെ കുറിച്ച് അനേകം ഭാഗങ്ങളിൽ തിയോസ് എന്ന വാക്ക്, ദൈവം അല്ലെങ്കിൽ ഗോഡ് എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. അത് നമുക്ക് നോക്കുമ്പോൾ നമുക്ക് അതാണ് ഒരു ക്ലെയിം, അതാണ് ഒരു അവകാശവാദം, ജീസസ് ഇസ് ഗോഡ്. ഈ തിയോസ് എന്ന വാക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സൃഷ്ടിതാവും ദ ക്രിയേറ്റർ ആൻഡ് സസ്റ്റെയിനർ ഗോഡ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ആദിയിൽ ഇൻ ദ ബിഗിനിങ് there was God എന്ന് പറയുന്ന ആ ഗോഡ്, അതാണ് തിയോസ് എന്നത്. The God who created everything, the God who sustains everything എന്നുള്ള ഒരു കൺസെപ്റ്റിൽ ജീസസിനെ കാണുന്ന കാര്യമാണ് ഞാൻ ഇവിടെ പറയുന്നത്. അല്ലാണ്ട് നമ്മൾ ജനറലി പറയുന്ന പോലെ കർത്താവും ദൈവവുമായ എന്നുള്ള രീതിയിലല്ല. That Jesus is the creator and sustainer God എന്നുള്ള ആ കൺസെപ്റ്റിൽ തിയോസ് എന്ന വാക്ക് എവിടെയൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് നമുക്ക് കാണാം. ഒന്നാമതായിട്ട് നമ്മൾ ഓൾറെഡി പഠിച്ച ഭാഗമാണ് യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 1-ാമത്തെ വാക്യം. In the beginning was the word was with God and the word was Theos. ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. പിന്നീട് നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ പഠിച്ചതാണ് ഈ വചനം കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചാണ് പറയുന്നത് എന്ന് നമ്മൾക്ക് പിന്നീട് നമ്മൾ കണ്ടു. അപ്പൊ ദിസ് ഇസ് ദ ഫസ്റ്റ് ക്ലെയിം ദാറ്റ് ജീസസ് ഇസ് ഗോഡ്, ജീസസ് ഇസ് തിയോസ്. കർത്താവായ യേശുക്രിസ്തു ദൈവമാണ് എന്നുള്ളതിന്റെ ഫസ്റ്റ് ക്ലെയിം ഇതാണ്. ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവമായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവവുമായിരുന്നു. രണ്ടാമത് യോഹന്നാൻ 1:18. Probably if you want you can write down, because these are verses which we can explain to ourselves, we can defend our faith and also to others who ask us. Okay, 1:18. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, പിതാവിന്റെ മടിയിൽ ഇരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. ഇംഗ്ലീഷിൽ അത് ഇച്ചിരി കൂടെ എക്സ്പ്ലിസിറ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. 1:18. No one has ever seen God, but the unique one who is himself God is near to the Father's heart, he has revealed to us. The unique one who is himself God has revealed God to us. കർത്താവായ യേശുക്രിസ്തു who is himself Theos എന്നാണ് അവിടെ പറയുന്നത്. 1:1, 1:18. യോഹന്നാൻ എഴുതിയ സുവിശേഷം 20-ാം അധ്യായം 28-ാമത്തെ വാക്യത്തിൽ നമുക്ക് തോമസ് എന്ന ശിഷ്യന്റെ കൺഫെഷൻ നമുക്ക് അവിടെ കാണുവാൻ സാധിക്കും. എന്റെ കർത്താവും എന്റെ ദൈവവുമേ എന്ന് തോമസ് അപ്പോസ്തലൻ കൺഫെസ് ചെയ്യുന്നത് ഈ തിയോസ് എന്ന വാക്കിലാണ്. മൈ ലോർഡ് ആൻഡ് മൈ ഗോഡ്, യു ആർ മൈ ക്രിയേറ്റർ ആൻഡ് മൈ സസ്റ്റെയിനർ എന്ന് തോമസ് അപ്പോസ്തലൻ അവിടെ അക്നോളജ് ചെയ്യുകയാണ്. റോമർക്ക് എഴുതിയ ലേഖനം 9-ാം അധ്യായം അതിന്റെ 5-ാം വാക്യം. റോമർ 9:5. പിതാക്കന്മാരും അവർക്കുള്ളവർ തന്നെ ജഡപ്രകാരം ക്രിസ്തുവും അവരിൽ നിന്നല്ലോ ഉത്ഭവിച്ചത്, അവൻ സർവത്തിനും മീതെ ദൈവമായി എന്നേക്കും വാഴ്ത്തപ്പെട്ടവൻ. ക്രിസ്തുവും അവരിൽ നിന്നല്ല ഉത്ഭവിച്ചത്, അവൻ സർവത്തിനും മീതെ ദൈവമായി എന്നേക്കും വാഴ്ത്തപ്പെട്ടവൻ. ജീസസ് ഇസ് ഗോഡ്, ജീസസ് ഇസ് തിയോസ്. തീത്തോസിന് എഴുതിയ ലേഖനം 2-ാം അധ്യായം അതിന്റെ 13-ാം വാക്യം. ടൈറ്റസ് ചാപ്റ്റർ 2 verse 13. ഇത് ഞാൻ പറഞ്ഞ പോലെ നമ്മൾ കുറച്ച് വേഴ്സസിലൂടെ നോക്കിക്കൊണ്ട് പോവുകയാണ്. that we will have proof, that we will have evidence to defend our faith, that we believe in Jesus who is God. Titus chapter 2 verse 13. യേശു ക്രിസ്തുവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയ്ക്കായിട്ടും കാത്തുകൊണ്ട് ഭക്തികേടും പ്രപഞ്ചഭോഗങ്ങളും വർജിച്ചിട്ട് ഈ ലോകത്തിൽ സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടി ജീവിച്ച് അതിനു മുമ്പ് മലയാളത്തിൽ അത് 12 നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും മഹാദൈവവും
നമ്മുടെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ തേജസ്. മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ. So many times when we say that Jesus is our Lord and God, the God aspect is what we mean, what we should mean when we say that Jesus is our God, is that He is our King, He is our ruler, He is our Creator, He is our Sustainer God, who is equal to God the Father. പിതാവായ ദൈവത്തോട് സമനായ പുത്രനായ ക്രിസ്തു എന്നാണ് നമ്മൾ പറയുവാനായിട്ട് ഉദ്ദേശിക്കുന്നത്. എബ്രായർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യം. Hebrews chapter 1 verse 8. അതേ കാര്യം തന്നെ സങ്കീർത്തനം 45-ന്റെ 6-ലും പറയുന്നുണ്ട്. നമുക്ക് ഹീബ്രൂസ് 1-ന്റെ 8 നോക്കാം. പുത്രനോടോ, ദൈവമേ, നിന്റെ സിംഹാസനം എന്നും എന്നേക്കുമുള്ളത്, നിന്റെ രാജ്യത്വത്തിന്റെ ചെങ്കോൽ നേരുള്ള ചെങ്കോൽ എന്ന് പറയും. ഹീബ്രൂസ് ചാപ്റ്റർ 1 verse 18 ഞാൻ ഇംഗ്ലീഷിലൂടെ ഒന്ന് വായിക്കുന്നു. ഹീബ്രൂസ് ചാപ്റ്റർ 1 verse 8. സോ ഇവിടെ സൺ അല്ലെങ്കിൽ ക്രിസ്തുവിനെ കുറിച്ചുള്ള വൈ ഈസ് ക്രൈസ്റ്റ് സോ യുണീക്ക് എന്നുള്ള ഒരു കാര്യം അവിടെ ലേഖകൻ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ക്രിസ്തുവിനെ കുറിച്ച്, യുവിനെ കുറിച്ച് മാത്രമാണ് യു ആർ മൈ സൺ, ടുഡേ ഐ ഹാവ് ബിക്കം യുവർ ഫാദർ എന്ന് പറയുന്നുള്ളൂ എന്ന് നമ്മൾ കാണുന്നു. ഓരോ ഏഞ്ചൽസിനെ കുറിച്ചും യുവർ ത്രോൺ ഓ ഗോഡ് എൻഡ്യൂർസ് ഫോർ എവർ ആൻഡ് എവർ എന്ന് പറഞ്ഞിട്ടില്ല. തന്റെ പുത്രനെ കുറിച്ച് മാത്രമാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നതാണ് വേഴ്സ് 8-ൽ പറയുന്നത്. 10-ാമത്തെ വാക്യത്തിൽ he also says in the beginning, Lord, you laid the foundation of the earth. അപ്പം പുത്രനായ ക്രിസ്തു ആണ് സൃഷ്ടിതാവും പരിപാലകനും രാജാതി രാജാവും കർത്താതി കർത്താവുമായ ആ ദൈവം എന്നുള്ള കാര്യം അവിടെ വീണ്ടും വീണ്ടും അടിവരയിട്ട് നാം ഉറപ്പിക്കേണ്ടതുണ്ട്. നമ്മളും തുടക്കത്തിൽ 1-ാമത്തെ അധ്യായം പഠിച്ചപ്പോൾ നമ്മളും പഠിച്ചുവല്ലോ ദാറ്റ് ട്രിനിറ്റി എക്സിസ്റ്റഡ് ബിഫോർ ടൈം എന്നുള്ള കാര്യം. സൃഷ്ടിയുടെ സമയത്ത് തൃത്വം ഉണ്ടായിരുന്നു എന്ന പല എക്സാമ്പിൾസ്, പല വേഴ്സസ് നോക്കി നമ്മൾ പഠിച്ചു. ഇറ്റ് വാസ് ത്രൂ ജീസസ് ഓൾ ദീസ് തിങ്സ് വെർ ക്രിയേറ്റഡ് എന്ന 1-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വീണ്ടും പഠിച്ചുവല്ലോ. 2 പത്രോസ് 1-ന്റെ 1, 2 Peter chapter 1 verse 1. I am writing to you who share the same precious faith we have. This faith was given to you because of the justice and fairness of Jesus Christ, our God and Savior. So, നമ്മൾ God എന്ന് പറയുമ്പോൾ we need to understand that what we mean is that Jesus is the Creator God, is the Almighty, all-powerful, Sustainer God, who is in no way inferior to God the Father. പിതാവായ ദൈവത്തിനോട് സമനായിരിക്കുന്ന, പിതാവായ ദൈവത്തിനോട് ഒരു രീതിയിലും താഴെ ആയിരിക്കുന്ന ഒരു ദൈവമല്ല പുത്രനായ ക്രിസ്തു എന്നുള്ളത്. ദാറ്റ് ജീസസ് ഈസ് തിയോസ് എന്നുള്ള കാര്യമാണ് ഫസ്റ്റ് പോയിന്റ്, ഫസ്റ്റ് ക്ലെയിം, ഫസ്റ്റ് അവകാശവാദം. സെക്കൻഡ് ക്ലെയിം is the word Lord, LORD. അതിന്റെ ഗ്രീക്ക് പദം കൈറിയോസ് എന്നാണ്. ആദ്യത്തേത് ഗോഡ് എന്ന വാക്ക് തിയോസ് ആണ്. രണ്ടാമത്തേത് ലോർഡ് എന്ന വാക്ക് അല്ലെങ്കിൽ കൈറിയോസ്. യേശു ക്രിസ്തുവിനെ കുറിച്ച് ലോർഡ് എന്ന വാക്ക് എവിടെ ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് നോക്കാം. നാം ഈ 1-ാമത്തെ അധ്യായം പഠിച്ചപ്പോൾ നമ്മൾ കണ്ടുവല്ലോ ലോഗോസ് എന്ന വാക്ക്, അല്ലെ? ഓക്കെ, ലോഗോസിലേക്ക് നമുക്ക് വരാം. അതിനു മുമ്പ് കൈറിയോസ് എന്ന വാക്ക് എന്ന് പറഞ്ഞാൽ ലോർഡ്. പണ്ടത്തെ ആ കാലഘട്ടത്തിൽ 3 രീതിയിലാണ് അല്ലെങ്കിൽ 3 പ്രത്യേക സാഹചര്യങ്ങളിലാണ് ഈ ലോർഡ് എന്ന വാക്ക് ഉപയോഗിച്ചത്. ഒന്ന്, നമ്മളിപ്പോൾ വളരെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന സർ എന്നുള്ള വാക്ക്. നാം എന്തെങ്കിലും ഒരു സീനിയർ ആളെ, സുപ്പീരിയോറിറ്റി അല്ലെ അതോറിറ്റി ഉള്ള ഒരാളെ നമ്മൾ സർ എന്ന് വിളിക്കുന്നത് പോലെ അവര് ലോർഡ് എന്ന് വിളിച്ചു. രണ്ടാമത് സെർവൻസ്, സ്ലേവ്സ്, അടിമകളായിട്ടുള്ളവരെ തങ്ങളുടെ യജമാനന്മാരെ ലോർഡ് എന്ന് വിളിച്ചു. പക്ഷേ LORD, ഓൾ ഇൻ ക്യാപിറ്റൽ ലെറ്റേഴ്സ്, അത് ആണ് കൈറിയോസ് എന്ന വാക്ക്. നമ്മൾ പലപ്പോഴും നമ്മൾ ബൈബിൾ വായിക്കുമ്പോൾ പല സ്ഥലങ്ങളിലും LORD എന്ന് ക്യാപിറ്റൽ ലെറ്ററിൽ മാത്രമായിട്ട് ഇറ്റാലിക്സിൽ പല സ്ഥലങ്ങളിലും നമ്മൾ കണ്ടിട്ടുണ്ട്. അതാണ് കൈറിയോസ് എന്ന വാക്ക്. അതാണ് കർത്താവ് എന്നുള്ള വാക്കിനോട് മലയാളത്തിൽ
മലയാളത്തിൽ ഏറ്റവും അനുബന്ധമായിട്ട്. അത് ഈ പഴയ നിയമത്തിൽ അല്ലെങ്കിൽ യഹൂദന്മാരുടെ തോറായിൽ ആ ക്യാപിറ്റൽ LORD എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് യഹോവയുടെ നാമത്തിൽ യഹോവയുടെ ഒരു നാമമാണ്. YHWH. അവർക്ക് യഹോവ എന്ന വാക്ക് ഉച്ചരിക്കുവാൻ പോലും അവർക്ക് ഭയമായിരുന്നത് കൊണ്ട് അവർ യഹോവ എന്ന് മുഴുവൻ എഴുതത്തില്ല, YHWH എന്ന് എഴുതുന്നത്. അതേ അർത്ഥത്തിലുള്ള LORD ആണ് കൈറിയോസ് എന്ന വാക്ക്. ഈ കൈറിയോസ് എന്ന വാക്ക് കർത്താവിനെ കുറിച്ച്, കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് എവിടെയൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്ന് നമുക്ക് നോക്കാം. ഒന്ന് ലൂക്കോസ് 2:11. The Gospel according to Saint Luke chapter 2 verse 11. ആർക്കെങ്കിലും കിട്ടിയെങ്കിൽ വായിക്കാം. ലൂക്കോസ് 2:11. ഇത് ആട്ടിടയന്മാരോട്, കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജനനത്തോടനുബന്ധിച്ച് ആട്ടിടയന്മാരോട് ദൂതന്മാർ പറയുന്ന ഒരു ആ സദ്വർത്തമാനമാണ്. The angel reassured them, verse 10, don't be afraid. He said, I bring you good news that will bring great joy to all people. The Savior, yes, the Messiah, the Lord, has been born today in Bethlehem. എന്ന് വായിച്ചു കഴിഞ്ഞ് നമ്മൾ തുടർന്ന് പിന്നീട് നമ്മൾ കാണുന്നത് verse 18. All who heard the shepherd's story were astonished. അവർ ഭയവിഹ്വലരായിട്ടിരിക്കുവായിരുന്നു ഈ ഷെപ്പേർഡ്സിന്റെ സ്റ്റോറി കേട്ടപ്പോൾ അവർ പറഞ്ഞു. That was not because the angels came. ദൂതന്മാർ വന്നത് കൊണ്ട് അല്ല അവർ അസ്റ്റോണിഷ്ഡ് ആയത്, അല്ലെങ്കിൽ ആ കുഞ്ഞിനെ കണ്ടതുകൊണ്ടോ അവരുടെ സ്റ്റോറി കേട്ടതുകൊണ്ടോ അല്ല അവർ അസ്റ്റോണിഷ്ഡ് ആയത്. They were astonished at the fact that the Lord, the Kyrios, has been born as a child. കർത്താവ് നമ്മുടെ ഇടയിൽ ഒരു മനുഷ്യനായി, ഒരു കുഞ്ഞായി ജനിച്ചിരിക്കുന്നു എന്നുള്ള അതിലാണ് അവർ ഏറ്റവും ഭയവിഹ്വലരായത്. ലൂക്കോസ് 1:43 എലിസബത്ത് മറിയയോട് സംസാരിക്കുമ്പോൾ, when I heard why am I so honored that the mother of my Lord should visit me. അവിടെയും കർത്താവിനെ കുറിച്ച് മൈ ലോർഡ്, കൈറിയോസ് എന്ന പദമാണ് ഉപയോഗിക്കുന്നത്. യോഹന്നാൻ സ്നാപകൻ മത്തായി എഴുതിയ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യത്തിലും ദ ലോർഡ് എന്നുള്ള കാര്യം, ഈ കർത്താവായ യേശു ക്രിസ്തു തന്നെ കുറിച്ച് ലോർഡ്, കർത്താവ്, കൈറിയോസ് എന്ന വാക്ക് എവിടെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് നമുക്ക് നോക്കാം. മത്തായി എഴുതിയ സുവിശേഷം 22-ാം അധ്യായം അതിന്റെ 44-ാം വാക്യം. Matthew chapter 22 verse 44, where he is in front of the high priest. ആ ഹൈ പ്രീസ്റ്റിന്റെ മുൻപിൽ നിന്നുകൊണ്ട്, അല്ല സോറി നോട്ട് ദ ഹൈ പ്രീസ്റ്റ്, അത് ഈ പരീശന്മാരോട് ആർഗ്യൂ ചെയ്യുകയാണ്. അവിടെ ചോദിക്കാൻ വേഴ്സ് 43 ചോദിക്കുന്നു, why does David speaking under the inspiration? അവര് കർത്താവ് പരീശന്മാരോട് ചോദിക്കുകയാണ്, what do you think about the Messiah? Whose son is he? Verse 42. Verse 42 അവർ പറയുന്നു, they replied, he is the son of David. Verse 43 Jesus responded, then why does David, speaking under the inspiration of the Spirit, call the Messiah my Lord? For David said, the Lord said to my Lord. തന്നെ കുറിച്ച് തന്നെ താനാണ് കൈറിയോസ് എന്ന ആ കർത്താവ് എന്നുള്ള രീതിയിൽ കർത്താവ് തന്നെ ക്ലെയിം ചെയ്തു. പിന്നീട് വെളിപ്പാട് പുസ്തകത്തിലും നമ്മൾ കണ്ടുവല്ലോ, I am the Alpha and the Omega, the beginning and the end എന്ന് പറയുമ്പോൾ Revelation chapter 19 verse 16 കർത്താവ് തന്നെ കുറിച്ച് പറയുമ്പോൾ 19:16 അതല്ല സോറി, on his robe at his thigh was written this title, King of all kings, Lord of all lords. രാജാതി രാജാവും കർത്താതി കർത്താവും എന്ന് എഴുതിയിരിക്കുന്ന കാര്യം. അപ്പൊ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ ഇത്രയും നേരമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ജീസസ് ഇസ് ഗോഡ്, ജീസസ് ഇസ് തിയോസ്. സെക്കൻഡ്ലി, ജീസസ് ഇസ് ലോർഡ്, ജീസസ് ഇസ് കൈറിയോസ്. മറ്റ് ക്ലെയിംസ് എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. കർത്താവ് തന്നെ കുറിച്ച് തന്നെ പറഞ്ഞ ഒരു കോൺട്രവേഴ്ഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആണ്, ബിഫോർ ഏബ്രഹാം വാസ് ഐ ആം.
അബ്രഹാം ഉണ്ടാകുന്നതിന് മുമ്പേ ഞാൻ ഉണ്ട് എന്നുള്ള കർത്താവിന്റെ സ്റ്റേറ്റ്മെന്റ് that we see in John chapter 8 verse 58. അബ്രഹാം ജനിച്ചതിന് മുൻപേ ഞാൻ ഉണ്ട് എന്ന കർത്താവിന്റെ സ്റ്റേറ്റ്മെന്റ്. അബ്രഹാം ജനിച്ചതിന് മുൻപേ ഞാൻ ഉണ്ടായിരുന്നു എന്നല്ല അവിടെ പറയുന്നത്. ബിഫോർ Abraham was I was എന്നല്ല പറയുന്നത്. ബിഫോർ Abraham was I am. അപ്പോൾ അത് കഴിഞ്ഞ ഉടനെ 8:58 ജീസസ് ആൻസേർഡ്, I tell you the truth, before Abraham was born I am. അത് ക്യാപിറ്റൽ I am എന്ന് എഴുതിയിരിക്കുന്നത്. വേഴ്സ് 59 ഇവരുടെ റെസ്പോൺസ് കാണും. at that point they picked up stones to throw at him, but Jesus was hidden from them and left the temple. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ബിഫോർ Abraham was I am എന്നുള്ള കർത്താവിന്റെ ആ സ്റ്റേറ്റ്മെന്റ് ഈ പരീക്ഷന്മാരെ, ഈ ശാസ്ത്രിമാരെ എന്തുകൊണ്ട് ഇത്രത്തോളം പ്രകോപിപ്പിച്ചു എന്ന് നമ്മൾ ചിന്തിക്കും. ബിക്കോസ് ജൂയിഷ് കസ്റ്റം അനുസരിച്ച്, യഹൂദ പാരമ്പര്യം അനുസരിച്ച് I am എന്ന് പറയുവാൻ സാധിക്കുന്നത് യഹോവയെ കുറിച്ച് മാത്രമാണ്. മോശ കത്തുന്ന മുൾപടർപ്പിന്റെ സമയത്ത് നീ ആരാകുന്നു എന്ന് ഇസ്രായേലിയർ ചോദിക്കുമ്പോൾ ഞാൻ അവരോട് എന്തുത്തരം പറയണമെന്ന് മോശ ചോദിക്കുമ്പോൾ യഹോവ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് I am who I am. ഞാനാകുന്നവൻ ഞാനാകുന്നു. I am ഞാനാകുന്നവൻ എന്ന് പറയുവാൻ യഹോവയ്ക്ക് മാത്രമേ സാധിക്കുകയുള്ളായിരുന്നു. ആ I am സ്റ്റേറ്റ്മെന്റ് ആണ് ഇവിടെ യോഹന്നാന്റെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നത്. അത് കഴിഞ്ഞ് 7 സ്റ്റേറ്റ്മെന്റ്സ് I am എന്ന് കർത്താവ്, I am the bread of life, I am the river of life, I am the way, the truth and the life. ഇപ്പോഴെല്ലാം കർത്താവ് പറയുന്നത് ഞാൻ I am ആണ്, ഞാനാകുന്നവൻ ഞാനാണ് എന്ന ദൈവത്തിന്റെ ആ ക്ലെയിമിനോട് ഒരുമിച്ച് വരുന്ന ഒരു കാര്യം. അതുകൊണ്ടാണ് പരീക്ഷന്മാർക്കും ഈ ശാസ്ത്രിമാർക്കും ഇതൊരു ബ്ലാസ്ഫെമി ആയി തോന്നുകയും ഒരു മോർട്ടൽ ആയിട്ടുള്ള ഒരു മനുഷ്യൻ താൻ ദൈവമാണ് എന്ന് ക്ലെയിം ചെയ്യുകയും ചെയ്യുന്ന, അതുകൊണ്ടാണ് അവർക്കത് വളരെ പ്രകോപിപ്പിച്ച് അവരവനെ സ്റ്റോൺ ചെയ്യുവാനായിട്ട് വന്നത്. റെവലേഷൻ ചാപ്റ്റർ 22 വേഴ്സ് 13 വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യത്തിൽ കർത്താവ് തന്നെ കുറിച്ച് തന്നെ പറയുന്ന ഒരു ക്ലെയിം ആണ്. 13-ാമത്തെ അധ്യായത്തിൽ ഞാൻ ആൽഫയും ഒമേഗയും ആകുന്നു, ആദിയും അന്തവും തന്നെ, ദി ബിഗിനിങ് ആൻഡ് ദി എൻഡ്, ഫസ്റ്റ് ആൻഡ് ദി ലാസ്റ്റ്. ഇതേ ക്ലെയിം തന്നെ പിതാവായ ദൈവം റെവലേഷൻ ചാപ്റ്റർ 1 വേഴ്സ് 18 യഹോവയായ ദൈവവും പറയുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പുത്രനായ ദൈവവും പിതാവായ ദൈവവും സമരായിരുന്നു, they were equal എന്നുള്ള കാര്യം. Equal in the deity as with God the Father. ആ sovereignty of God, പരമാധികാരിത്വം ഉണ്ടായിരുന്ന കർത്താവിന് പരമാധികാരി ആയിരുന്ന ദൈവം എന്നാണ് ഇവിടെ മനസ്സിലാക്കുന്നത്. പിന്നെ നമ്മൾ ജോൺ ചാപ്റ്റർ 1 വേഴ്സ് 1 നമ്മൾ പഠിച്ചതുപോലെ in the beginning was the word was with God, the word was God എന്നുള്ള കാര്യം. ഒരു മിനിറ്റ്. Sorry. അപ്പോ in the beginning was the word was with God. നമ്മൾ ആദ്യം കണ്ട പോലെ the word was God. ഈ കർത്താവ്, ഈ വചനം, ഈ യേശു ദൈവമായിരുന്നു എന്നുള്ള ആ ക്ലെയിം, അതാണ് മൂന്നാമത്തെ ക്ലെയിം. പിന്നെ അനേകം പ്രാവശ്യം മനുഷ്യപുത്രൻ എന്ന് കർത്താവ് തന്നെ കുറിച്ച് പറയുന്നു. the son of man എന്ന അനേകം സ്ഥലങ്ങളിൽ. ന്യൂ ടെസ്റ്റ്മെന്റിൽ ഓൾമോസ്റ്റ് 84 ടൈംസ് 84 പ്രാവശ്യം ഈ സൺ ഓഫ് മാൻ എന്നുള്ള കാര്യം പറയുന്നുണ്ട്. അതെല്ലാം കർത്താവായ യേശു ക്രിസ്തു തന്നെ കുറിച്ച് തന്നെ പറയുന്ന സ്റ്റേറ്റ്മെന്റ്സ് ആണ്. സൺ ഓഫ് മാൻ, മനുഷ്യപുത്രൻ എന്ന് പറയുന്ന 4 ഗോസ്പൽസ്. ഇതല്ലാണ്ട് ഒരു പ്രാവശ്യമേ ന്യൂ ടെസ്റ്റ്മെന്റിൽ പറയുന്നുള്ളൂ. അത് അപ്പോസ്തല പ്രവൃത്തികൾ 7-ാം അധ്യായം 56-ാമത്തെ വാക്യത്തിൽ സ്തേഫാനോസിന്റെ മരണസമയത്ത് മനുഷ്യപുത്രനെ കണ്ടു എന്ന് പറയുന്നു. അവിടെയും ജീസസിനെ കുറിച്ച് തന്നെയാണ് പറയുന്നത്. സൺ ഓഫ് മാൻ. ഇതെല്ലാം ultimately comes from the reference of Daniel chapter 7.
ദാനിയലിന്റെ പുസ്തകം 7-ാമത്തെ അധ്യായത്തില് തന്റെ ദർശനത്തിൽ മനുഷ്യപുത്രനോട് സമനായവനെ ഞാൻ കണ്ടു എന്ന് പറഞ്ഞുകൊണ്ട് ദാനിയലിന്റെ ഒരു ദർശനം അവിടെ പറയുന്നുണ്ട്. ഡാനിയൽ ചാപ്റ്റർ 7. മനുഷ്യപുത്രനോട് സമനായവൻ ആകാശ മേഘങ്ങൾക്ക് മധ്യേ വരുന്ന ഒരു ദർശനം ദാനിയൽ, അതിന്റെ റെഫറൻസിൽ നിന്നാണ്. എനിക്ക് ഡാനിയൽ 7 ആണെന്ന് തോന്നുന്നില്ല, ഞാൻ നോക്കിയത് കണ്ടില്ല. കമ്മിങ് ടു ദി ഏൻഷ്യന്റ് ഓഫ് ഡേയ്സ്, പിതാവായ ദൈവത്തിന്റെ അടുത്തേക്ക്. Verse 13 അല്ലേ? Yes. I saw someone like a son of man coming with the clouds of heaven. He approached the ancient one and was led into his presence. പിതാവായ ദൈവത്തിന്റെ അടുക്കലേക്ക് പുത്രനായ സൺ ഓഫ് മാൻ വരുന്ന ആ കാഴ്ച, അതാണ്. അപ്പൊ ഞാനാണ് ആ സൺ ഓഫ് മാൻ എന്നുള്ള കർത്താവിന്റെ ക്ലെയിം. ഇതേ കാര്യം തന്നെയാണ് മത്തായി എഴുതിയ സുവിശേഷം 26-ാമത്തെ അധ്യായത്തിൽ ആ ഹൈ പ്രീസ്റ്റിന്റെ മുൻപിൽ നിൽക്കുമ്പോൾ കർത്താവ് തന്നെ കുറിച്ച് തന്നെ ക്ലെയിം ചെയ്യുന്നതും ഇതേ കാര്യമാണ്. ഇത് കേൾക്കുമ്പോഴാണ് സൺ ഓഫ് മാൻ എന്ന് പറയുമ്പോൾ പരീക്ഷന്മാർക്കും ശാസ്ത്രിമാർക്കും അറിയാം മശിഹായെ കുറിച്ചും ദൈവത്തെ കുറിച്ചും മാത്രമാണ് പറയുന്നത്. അപ്പോൾ യേശു ക്രിസ്തു ഞാനാണ് ആ സൺ ഓഫ് മാൻ എന്ന് ക്ലെയിം ചെയ്യുമ്പോൾ അവർക്കത് ബ്ലാസ്ഫെമി ആയിട്ട് തോന്നുകയും ആ ഹൈ പ്രീസ്റ്റ് തന്റെ വസ്ത്രം കീറുകയും ചെയ്യുന്നതായിട്ട് നമ്മൾ കാണും. വേറൊരു റെഫറൻസ് സൺ ഓഫ് ഗോഡ്, ദൈവപുത്രൻ എന്ന് പറയുന്ന, ദൈവത്തിന്റെ പുത്രൻ എന്നുള്ള പല സൺ ഓഫ് ഗോഡ് എന്ന പല റെഫറൻസസ് നമുക്ക് ബൈബിളിൽ കാണുവാനായിട്ട് സാധിക്കും. പഴയ നിയമത്തിൽ അത് പലപ്പോഴും അത് ഇസ്രായേലിനെ കുറിച്ച് അല്ലെങ്കിൽ ഒരു മനുഷ്യനെ കുറിച്ച്, ഒരു വ്യക്തിയെ കുറിച്ച് പറയാറുണ്ട്. പക്ഷെ പുതിയ നിയമത്തിൽ പറഞ്ഞിട്ടുള്ളതെല്ലാം തന്നെ അത് പുത്രനായ, നിത്യതയുള്ള പുത്രനായ ക്രിസ്തുവിനെ കുറിച്ചാണ്. അപ്പൊ സൺ ഓഫ് ഗോഡ് എന്ന് ഇപ്പം തനിക്ക് തന്നെ ക്ലെയിം ചെയ്യാൻ പറ്റുന്നത് കർത്താവായ യേശു ക്രിസ്തുവിനെ മാത്രമേ ഉള്ളൂ. യോഹന്നാൻ എഴുതിയ സുവിശേഷം 1:14, 1:18, 1:34, 1:39 ഈ വാക്യങ്ങളിൽ നമുക്കത് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ these were the different claims that Jesus had, that Jesus was Theos, Jesus was Kyrios, പിന്നെ മറ്റ് ക്ലെയിംസ് നമ്മളിപ്പോൾ കണ്ടല്ലോ. ഇനി മറ്റ് എവിഡൻസസ്, അത് എവിഡൻസസ് കൂടെ പെട്ടെന്ന് നമുക്ക് നോക്കിയിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നമ്മൾ ദൈവത്തെ കുറിച്ച് പറയുന്ന അനേകം ആട്രിബ്യൂട്ട്സ്, അനേകം ക്വാളിറ്റീസ്, ആ ക്വാളിറ്റീസ് കർത്താവിൽ ഉണ്ടോ, ജീസസിൽ ഉണ്ടോ എന്നുള്ള കാര്യം കൂടെ നോക്കി നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഒന്ന്, നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യം, ഗോഡ് ഇസ് ഒംനിപൊട്ടന്റ്, ഓൾ പവർഫുൾ, സർവശക്തനായ ദൈവം എന്നുള്ള ഒരു പോയിന്റ് നമ്മൾ എപ്പോഴും പറയുന്നതാണ്. കർത്താവിന്റെ ജീവിതത്തിൽ അല്ലെ, കർത്താവിന്റെ ലൈഫിന്റെ സമയത്ത് കർത്താവ് ആ ദൈവത്തിന്റെ സർവശക്തി എപ്പോഴെങ്കിലും ഡെപിക്ട് ചെയ്തിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കാം. അനേകം മിറക്കിൾസ് കർത്താവ് ചെയ്തത്, ലാസറിനെ ഉയർപ്പിച്ചത്, കാറ്റും കടലും അവനെ ഒബേ ചെയ്തത്, അതുപോലെ 5 അപ്പവും 2 മീനും കൊണ്ട് 5000-ത്തെ പോഷിപ്പിച്ചത്, വെള്ളത്തെ വീഞ്ഞാക്കി തീർത്തത്, ഇതെല്ലാം ഔട്ട് ഓഫ് ദി ബ്ലൂ ആയിട്ട് അല്ലെങ്കിൽ ഒരു മിറാക്കുലസ് ആയിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ് അല്ലെ. അപ്പോഴെല്ലാം നമുക്ക് തോന്നാം ഇപ്പോഴും അനേകം ആൾക്കാർ അങ്ങനെ ചെയ്യുന്നില്ലേ, പലരും പല മിറാക്കിൾസും ചെയ്യുന്നില്ലേ. പക്ഷേ എല്ലാ മിറാക്കിൾസിനും ശേഷം നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കുന്നത് ഇതൊന്നും ഇപ്പൊ ചെയ്യുന്ന മിറാക്കിൾസ് എല്ലാം തന്നെ, ഇപ്പോൾ ഓരോരുത്തർ ചെയ്യുന്ന മിറാക്കിൾസ് ഒന്നും തന്നെ എന്റെ ദിവ്യശക്തി അല്ലെ മാജിക് അല്ലാത്ത കാര്യങ്ങൾ, മാജിക് എന്നുള്ള കാര്യമല്ല, എന്റെ ദിവ്യശക്തി കൊണ്ട് ഞാൻ ചെയ്തു എന്ന് ആർക്കും ക്ലെയിം ചെയ്യുവാനായിട്ട് സാധിക്കില്ല. ജെന്യുവിൻലി അല്ലെ, ദൈവത്തിൽ നിന്ന് കിട്ടിയ വരദാനം അല്ലെ, ദൈവത്തിൽ നിന്ന് കിട്ടിയ ആ ശക്തിയും പ്രകാരം എന്നെ ക്ലെയിം ചെയ്യാൻ ആർക്കും പറ്റുമോ? പക്ഷെ ജീസസ്, കർത്താവിന്റെ ഈ ഓരോ ഇൻസിഡന്റ് എടുത്ത് നോക്കുമ്പോഴും, ലാസറിനെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന ആ സമയത്ത് നമുക്ക് ആ സ്റ്റോറി അറിയാം. ലാസറിന് അസുഖമായിട്ട് കിടക്കുകയാണ് എന്ന് പറഞ്ഞപ്പോൾ ജീസസ് വെയിറ്റഡ് ഫോർ 3 more days, എന്നിട്ടാണ് ബെഥനിയിലേക്ക് തിരിച്ചു പോകുന്നതെന്നാ പറയുന്നത്. അപ്പൊ അവിടെ പറയുന്നുണ്ട്, വൈ ഡിഡ് ഹി ഡു സോ, എന്തുകൊണ്ടാണ് കർത്താവ് ഒരു 3 ദിവസം കൂടെ വെയിറ്റ് ചെയ്തിട്ട് പോയത്?
God's name will be glorified. അതുപോലെ മത്തായി 8:27 നമ്മൾ കാണുന്നത് ജീസസ് ആ കാറ്റും കടലും എല്ലാം ശമിപ്പിക്കുമ്പോൾ ഈ ശിഷ്യന്മാര് പറയുന്നത് എന്തുവാ? What sort of a man is this? എന്തൊരു ടൈപ്പ് ഓഫ് മനുഷ്യനായി ഇവൻ? ഈ ജീസസിലേക്കാണ് ഫോക്കസ് വരുന്നത്. ഇറ്റ് ഈസ് നോട്ട് അബൌട്ട് some other God who has given him power. യോഹന്നാൻ 2:11 നമ്മൾ വെള്ളം വീഞ്ഞാക്കിയ കാനാവിലെ കല്യാണത്തിന്റെ ആ സമയത്ത് നമ്മൾ കണ്ടപ്പോൾ അതിന്റെ അവസാനം നമ്മൾ വായിച്ചു, this miraculous sign at Cana in Galilee was the first time Jesus revealed his glory. തന്റെ മഹത്വം മറ്റുള്ളവരെ കാണിക്കേണ്ടതിന് വേണ്ടിയിട്ട് ആദ്യമായി ചെയ്ത അത്ഭുതം. So it is all about Jesus's glory. It is not about a transmitted glory that came from another God who is sitting up there and sending him as a prophet, അല്ലെങ്കിൽ മിറക്കിൾസ് ചെയ്യാൻ വേണ്ടിയിട്ട് അയക്കപ്പെട്ട ഒരു വ്യക്തിയുടെ മേലുള്ള ആ ശക്തി എന്നുള്ള രീതിയിലല്ല. അവിടെയും we see the omnipotence of Jesus. രണ്ടാമത് omniscience അല്ലെങ്കിൽ സർവജ്ഞാനി, all knowing എന്നുള്ള ദൈവത്തിന്റെ ക്വാളിറ്റി അല്ലെ? അത് യേശുവിൽ എപ്പോഴെങ്കിലും നമ്മൾ കാണുന്നുണ്ടോ? എത്രയോ പ്രാവശ്യം മനുഷ്യന്റെ ചിന്ത എന്താണെന്ന് മനസ്സിലാക്കി കർത്താവ് അവിടെ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട് അല്ലെ? മറ്റുള്ളവരുടെ തോട്ട് ആ 4 സുഹൃത്തുക്കൾ ചേർന്ന് പക്ഷപാതക്കാരനെ റൂഫ് പൊളിച്ച് താഴോട്ട് ഇറക്കിയപ്പോൾ യുവർ സിൻസ് ആർ ഫൊർഗിവൺ എന്ന് കർത്താവ് പറയുമ്പോൾ കൂടെയുള്ളവരെല്ലാരും ഇവൻ ആരാ അധികാരം കൊടുത്തത് പാപങ്ങൾ ക്ഷമിക്കാൻ എന്ന് മനസ്സിൽ ചിന്തിച്ചപ്പോൾ കർത്താവ് അവിടെ പറയുന്നു എന്താണ്. സോ even if what they were thinking, he was able to understand. That shows the all knowing or omniscient quality of Jesus. മർക്കോസ് എഴുതിയ സുവിശേഷം യോഹന്നാൻ എഴുതിയ സുവിശേഷം 1:48 നമ്മൾ നഥാനിയേലിനെ കുറിച്ച് വായിച്ചു അല്ലെ? നഥാനിയേല് ആ ഫിഗ് ട്രീയുടെ അടിയിൽ ഇരുന്നപ്പോൾ തന്നെ ഞാൻ നിന്നെ കണ്ടു എന്ന് നഥാനിയേലിനോട് പറയുമ്പോൾ നഥാനിയേൽ confesses that he is the Messiah. നഥാനിയേലിനെ കാണുന്നതിന് മുമ്പ് തന്നെ നഥാനിയേലിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ബ്ലെയിംലെസ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്, സാക്ഷാൽ ഇസ്രായേലിയൻ എന്ന് നഥാനിയേലിനെ കുറിച്ച് പറയുവാൻ കർത്താവിന് സാധിച്ചിരുന്നു. യോഹന്നാൻ 13:1-3 വാക്യങ്ങൾ. യോഹന്നാൻ എഴുതിയ സുവിശേഷം 13:1-3 ഒന്നാമത്തെ വാക്യത്തിൽ, before the Passover celebration, Jesus knew that his hour had come. Verse 3, Jesus knew that the Father had given him authority over everything and that he had come from God and would return to God, so he got up from the table. Jesus knew, കർത്താവിന് അറിയാമായിരുന്നു. He was the all-knowing or omniscient. He was the omnipotent God. He was the omniscient God. Definitely eternality അല്ലെങ്കിൽ നിത്യതയെ കുറിച്ചും omnipresence അല്ലെങ്കിൽ സർവ വ്യാപിയുമായിട്ടുള്ള കർത്താവിനെ നമുക്ക് പലപ്പോഴും കാണുവാൻ സാധിക്കുകയില്ല. ബിക്കോസ് he chose to confine himself to time and become a human being. പക്ഷേ promise that he has given, 2-3 പേർ എവിടെ അങ്ങയുടെ നാമത്തിൽ വന്നാലും അവരുടെ മധ്യത്തിൽ ഞാനുണ്ട് എന്നുള്ള കർത്താവിന്റെ പ്രോമിസ്. അതുപോലെ കർത്താവ് ലോകാവസാനത്തോളം ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ട് എന്നുള്ള കർത്താവിന്റെ പ്രോമിസ്, that the claim that he will be with us always എന്നുള്ള claim proves that he is eternally there. മരണത്തിന് ശേഷവും സ്തേഫാനോസ് മരിക്കാൻ പോകുന്നതിന് മുമ്പ് സ്തേഫാനോസ് ദൈവപുത്രനെ പിതാവായ ദൈവത്തിന്റെ അടുക്കൽ കണ്ടത് is another, that eternality of God, that omnipresence of God, the sovereignty of God, അല്ലെ ദൈവത്തിന്റെ പരമാധികാരിത്വം നമുക്ക് കർത്താവിൽ കാണുവാൻ സാധിക്കുന്നു. നാം ഇപ്പൊ പറഞ്ഞ പക്ഷപാതക്കാരനെ സൗഖ്യമാക്കിയ ഇൻസിഡന്റ്, your sins are forgiven, അത് ദൈവപുത്രനല്ലാതെ ദൈവത്തിനല്ലാതെ വേറെ ആർക്കും സാധിക്കുകയില്ല എന്ന് പരീക്ഷന്മാരും ശാസ്ത്രന്മാരും പറയുമ്പോൾ they were indirectly saying that Jesus himself is God. അതുപോലെ ഇമ്മോർട്ടാലിറ്റി ഓഫ് ഗോഡ്, മരണമില്ലാത്ത ക്വാളിറ്റി. അത് ഒരൊറ്റ വാക്യം കൂടെ നമുക്ക് പെട്ടെന്ന് നോക്കിയിട്ട് നമുക്ക് പോവാം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 10:17-18. The Father loves me because I lay down my life. I may take it again.
no one takes it away from me. I lay it down on my own accord, which proves that death has no power over me. മനസ്സിലായോ? see, ഞാൻ എന്നെ തന്നെ മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കുന്നു, എന്നിട്ട് മരിച്ചിട്ട് വേറെ ആരെങ്കിലും വന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന കാര്യമല്ല. ഇപ്പൊ ലാസറസിന്റെ കാര്യം പറയുമ്പോൾ ലാസർ മരിച്ചു പോയിട്ട് കർത്താവ് ഹാഡ് ടു കം ആൻഡ് റൈസ് ഹിം. അവിടെയാണ് കർത്താവിന്റെ യൂണീക്നെസ്. കർത്താവിനെ തന്നെ തന്നെ മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കുകയും മരിച്ചിരിക്കെ തന്നെ തന്നെ ഉയർപ്പിക്കുകയും, മനസ്സിലായോ? വേറെ ആരും ജീവൻ തന്നിൽ നിന്ന് എടുത്തു കളയുന്ന ഒരു കാര്യം. ഇറ്റ് ഈസ് ഫിനിഷ്ഡ്, ഐ ലേ ഡൗൺ മൈ ലൈഫ് എന്ന കുരിശിൽ ഒരിക്കലായി കർത്താവ് മരിച്ചപ്പോൾ പറഞ്ഞ God himself, that Jesus himself laid down his life and he himself rose up. It proves that he has the death has no dominion, death has no power over Jesus എന്നുള്ള കാര്യം. Finally, in Revelation 19, he alone is worthy to be worshipped. നമ്മൾ കുറച്ച് കാര്യങ്ങളാണ് നമ്മളിപ്പോൾ നമ്മൾ നോക്കിയത്. To prove that Jesus is God himself. Jesus is Theos, Jesus is Kyrios, Jesus is I am, Jesus is the creator, Jesus is the sustainer, Jesus is the Alpha, the Omega, the beginning and the end. He is the sovereign God. The claims he's the Son of Man, he's the Son of God, and the evidence is he is the omnipresent God, he is the omnipotent God, he is the omniscient God, he is the eternal God, he is the immortal God, and death has no dominion and no power over him. നമ്മൾ കർത്താവ് ദൈവമാണ്, ജീസസ് ദൈവമാണ് എന്ന് വിശ്വസിക്കും. This is the proof that we have Jesus is God. Maybe next time we will look into the aspect of Jesus being fully man. ജീസസിന്റെ ഹ്യൂമൻ നേച്ചറിനെ കുറിച്ച് നമുക്ക് പ്രോബ്ലി ഡിസ്കസ് ചെയ്യാം. ഈ ഒരു ഒറ്റ വേഴ്സ് മാത്രമേ നമ്മൾ ഡിസ്കസ് ചെയ്തുള്ളൂ. Probably we will continue discussing with the same verse in the next, because I feel this is important. I feel knowing Jesus means who Jesus is. നമ്മള് കർത്താവ് നമ്മളെ രക്ഷിതാവായിട്ട് നമ്മൾ കുറെ വേർഡ്സ് പറയും, രക്ഷിതാവും ലോർഡ് ആൻഡ് സേവിയർ ആൻഡ് ഗോഡ് എന്ന് പറയുമ്പോൾ what do we actually mean? Do we really mean that Jesus is God, Jesus is Lord എന്നുള്ള കാര്യം? അതുകൊണ്ടാണ് പ്രോബബ്ലി ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. ബേസിക് തിയോളജി എന്ന് പറയുന്ന ഒരു ബുക്കാണ് ഞാൻ റെഫർ ചെയ്തത്. ബേസിക് തിയോളജി എന്നുള്ള ജീസസിന്റെ deity, divinity നോക്കുവാൻ വേണ്ടി. Anything to add on?